നമ്മൾ ഇടിച്ചപ്പോൾ ഇവിടെ കണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ അകത്തേക്ക് ഹോളുകളുണ്ട്, അകത്തേക്ക് വലിഞ്ഞു. അത് മാത്രമല്ല മുട്ട ഇടാറായ പാമ്പാണ്. എന്നാൽ എൻ്റെ ആ സ്കിൻസ് കണ്ടിട്ട് തോന്നുന്നു നല്ല ഷൈനിങ് ഉണ്ട്. മുട്ടയിടാറായ പെൺപാമ്പാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ശ്രമിക്കാം. കുറേ കൂടി ഒന്ന് ഇടിച്ച് നോക്കേണ്ടി വരും. എന്തായാലും നോക്കാം. എന്തായാലും നമ്മൾ അദ്ദേഹത്തിന് കാണുന്നുണ്ട്. ചെറിയൊരു അത്ര വലിയ സൈസൊന്നുമല്ല, ചെറിയൊരു മുറുക്കൻ. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. അദ്ദേഹത്തിന് ചലന ഹോളൊന്ന് വലുതാക്കി പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കും. എൻ്റെ സംശയം 2 പേരുണ്ടെന്നൊരു സംശയമുണ്ട്. എന്തായാലും 2 കളറിൽ കാണുന്നുണ്ട്. ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും ആണെന്നൊരു സംശയമുണ്ട്. എന്തായാലും നോക്കാം. 2 വാലിൻ്റെ അഗ്രഹവും കാണുന്നുണ്ട്. എന്തായാലും ഒരാളല്ല, 2 പേര് തന്നെയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് ഭക്ഷണമല്ല, അത് മാറ്റിങ് കഴിഞ്ഞിട്ട് മുട്ടയിടാറായ പെണ്ണും ഫീമെയിൽ മുറുക്കൻ പാമ്പും മറ്റേതാണ്. 2 പാമ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കളറിൽ എന്തായാലും കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ശ്രമിക്കാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 2 അല്ല 3 മുറുക്കൻ പാമ്പുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പൊനം ഇതിൽ ഇളക്കിയപ്പോൾ 3 മുറുക്കൻ പാമ്പുണ്ടായിരുന്നു. അതിന് 2 ആഴ്ചയ്ക്ക് മുന്നേ വിഴിഞ്ഞത്തുനിന്നൊരു പൊനം ഇതിൽ ഇളക്കിയപ്പോൾ 3 മുറുക്കൻ പാമ്പുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇത് കാണുന്നുണ്ട് മൂർഖൻ തട്ടിക്കളി കോബ്ര. 2 പേര്, ഒന്ന് ഫീമെയിൽ. ഈ വയറിങ്ങനെ വെള്ള അടിച്ചിരിക്കുന്നത് ഫീമെയിലും ഈ കളർ കാണുന്നത് മെയിലുമാണ്. 2 പേരെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു ചിലപ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകാനുണ്ടെങ്കിൽ മുട്ടയിടാറായി. പാമ്പുകളുടെ മാറ്റിങ് കഴിഞ്ഞ് നവംബർ, ഡിസംബർ, ജനുവരി മൂർഖനും ഇണചേർന്ന സമയമാണ്. ആ സീസൺ കഴിഞ്ഞു. ഇനി അവർ മുട്ട നിക്ഷേപിക്കാൻ, മാളങ്ങളിൽ മുട്ട നിക്ഷേപിക്കുന്ന സമയമാണ്. അങ്ങനെ മുട്ടയിടാനായി വന്ന് 2 പേരും, ഭാര്യയും ഭർത്താവും ഉണ്ട്, മെയിലും ഫീമെയിലും ഉണ്ട്. അപ്പോൾ അവരങ്ങനെ റെസ്റ്റ് എടുത്തിരുന്ന സമയത്താണ് ഇതിലേ കൂടി സാധാരണ ആൾസഞ്ചാരമുള്ള സ്ഥലമല്ല. ഇവിടെ ഒഴിഞ്ഞ പറമ്പുകൾ നമുക്ക് കാണുമ്പോൾ അറിയാം, ഒഴിഞ്ഞ പറമ്പുകളാണ്. രാത്രി ആൾക്കാർ സഞ്ചരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ സീസണിലൊരു 30 മുട്ടകൾക്ക് മേളിൽ ഇവിടെ നിക്ഷേപിക്കേണ്ടതാണ്. എന്തായാലും ആ സാധുവിനെ, ഈ ആൾക്കാർ ഈ വരാത്ത സ്ഥലത്ത് നിന്ന് ഇവരെ നമ്മൾ എന്തായാലും പിടിക്കാനുള്ള തീരുമാനമാണ്. എന്തായാലും നമുക്കവരെ പുറത്തേക്ക് ഇറക്കാം. ചട്ട പൊഴിക്കുന്നുണ്ട്. നോക്കിയുള്ളൂ, ചട്ട പൊഴിക്കുന്നുണ്ട്. നമ്മളിതാ ചട്ട പൊഴിക്കുമ്പോൾ ഇത് ഫീമെയിലാണ് മുട്ടയിടാറായത്. ഫീമെയിലാണ് ഞാൻ പറഞ്ഞു നേരത്തെ.
അപ്പോൾ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിന് ചാക്കിലിട്ടിട്ട് മറ്റേ അദ്ദേഹത്തിനും കൂടെ ഇറക്കി ഒരുമിച്ച് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എന്തായാലും ചാക്ക് നമ്മൾ ചാക്കിലാക്കി ഇനി നമുക്ക് അടുത്ത ആളിനെ കൂടെ പിടിച്ച് ചാക്കിലാക്കിയതിന് ശേഷം നമുക്ക് ഇവർക്ക് നമ്മുടെ കാണികൾക്ക്, പ്രേക്ഷകർക്കല്ല, നമ്മുടെ നാട്ടിൽ ഇവിടെ നിൽക്കുന്ന കാണികൾക്ക് നമുക്കിതിനെ കാണിച്ചു കൊടുക്കാം. എന്തായാലും നമ്മൾ ഇതാദ്യം പിടിച്ച മൂർഖൻ പാമ്പിൻ്റെ പെൺപാമ്പിൻ്റെ ചട്ടയാണ്, തൊലിയാണ്. ഇത് കെരാറ്റിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വെള്ളത്തിൽ പോയിട്ട് വന്ന് കയറി നനവുണ്ട്. വെള്ളം കൂടെ ഉണ്ടെങ്കിൽ ഇത് ചട്ട പൊഴിക്കത്തുള്ളൂ. ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശം ഇവിടെ എവിടെയോ ജലാംശമുണ്ട്. ആ വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് വന്ന സമയത്താണ് ഈ ചേട്ടന്മാരെ കണ്ടു എന്ന് പറഞ്ഞത്. മൂർഖൻ പാമ്പ് അദ്ദേഹത്തിന് 5 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത ഒരു അതിഥിയെ കൂടി നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അദ്ദേഹവും മുട്ടയുടേതായ ഫീമെയിൽ പെൺ പാമ്പാണെന്നാണ് എൻ്റെ വയറ് കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. എങ്കിൽ 3 പേരും ഈ ഫീമെയിലും മെയിലും ഈ പുറത്തിനകത്തുണ്ട്. ഇതും അതുപോലെ ഫീമെയിൽ മൂർഖൻ പാമ്പ് തന്നെയാണ്. ഇതും ഫീമെയിൽ തന്നെ. മുട്ട വയറ്റിൽ തയ്യാറായിരിക്കുന്നു. ഏകദേശം 30 മുട്ടയ്ക്ക് മേളിൽ വെള്ളം കുടിച്ചിട്ട് വന്നാൽ വെള്ളം വായിൽ കൂടി പോകുന്നുണ്ട്. വെള്ളം കുടിച്ചിട്ട് വന്നതാണ്. ഇദ്ദേഹം കണ്ടത് ആ ചേട്ടൻ കണ്ടെന്ന് ഈ പാമ്പിനെ ആയിരിക്കാം. കാരണം അദ്ദേഹം തോട്ടിപ്പോയി വെള്ളം കുടിച്ചിട്ട് വന്നതാണ്. ഫീമെയിൽ മൂർഖൻ പാമ്പാണ്. അപ്പോൾ ഈ 2 ഫീമെയിലിനെ കണ്ടപ്പോൾ നമുക്ക് എന്തായാലും മാളം ഒരു അല്പം കൂടി വെട്ടി നോക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിനെ നമുക്ക് എന്തായാലും ചാക്കിലാക്കാം. ആക്കിയിട്ട് പുനമൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമുക്ക് ഇതിനെ ഒന്നുകൂടെ പുറത്ത് കാണിക്കേണ്ടതുണ്ട്. മുട്ട വരുന്നുണ്ട്. അപ്പോൾ അധികം നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുട്ട വിരിയാതായി പോകും. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങി. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് നിന്ന് അണ്ടർകുണം റൂട്ടിൽ ത്രിജ്യോതിപുരം ക്ഷേത്രം കഴിഞ്ഞിട്ട് ഒരു പറമ്പിലാണ്. ഇവിടുത്തെ ഒരു ചേട്ടൻ അവിടെ പറമ്പിൽ വാഴയ്ക്ക് വെള്ളമൊഴിക്കാൻ മറ്റേ പോയപ്പോഴാണ് ഒരു ചെറിയ അതിഥിയെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അജയൻജിയെ വിളിച്ചു. അജയൻജി എന്നെ വിളിച്ചു. എന്തായാലും ഇവിടെ എത്തി ആ ഒരു ഒരു ഹോള് പൊളിച്ചു. അപ്പോൾ അതിനകത്ത് ഒന്നിൽ കൂടുതൽ പാമ്പുണ്ടെന്ന് എന്തായാലും എനിക്ക് സംശയമാണ്. കാരണം ആ ഒരു പാമ്പിനെ തലയിട്ടിരിക്കുന്നപ്പോൾ എൻ്റെ വയറിൻ്റെ ഭാഗം കണ്ടപ്പോൾ നല്ല ഷൈനിങ് ആണ്. അപ്പോൾ ഷൈനിങ് ആയിട്ട് വന്നപ്പോൾ അത് മുട്ട റെഡിയായി എന്നുള്ളതാണ്. എന്തായാലും വെട്ടിപ്പൊളിച്ചു. 2 പേരെ പിടികൂടാൻ കഴിഞ്ഞു. 2 പേരും മെയിലും ഫീമെയിലും അല്ല, 2 പേരും ലേഡീസ്, 2 പേരും പെണ്ണുങ്ങളാണ്. അവർ 2 പേരും ഇവരെ 2 പേരും എനിക്ക് കാട്ടിലേക്ക് വിടാൻ കഴിയില്ല. കാരണം ഇവർ 2 പേരും മുട്ട വയറ്റിലുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ ലേബർ റൂമിൽ താമസിപ്പിക്കേണ്ടതുണ്ട്. ഇവരുടെ മുട്ട എടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ഇവരെ കാട്ടിലേക്ക് വിടാൻ കഴിയൂ. ഇവർ ഈ മാസം ഇപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് കഴിയുമ്പോൾ മാർച്ചിൽ മുട്ടയിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ 2 അതിഥികൾ അവിടെ നിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് പിടികൂടിയ അതിഥികളെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മളതിനെ ഇവിടെ ഡിസ്പ്ലേ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവർ നല്ല സമീപനമായിട്ട് നിന്നാൽ മാത്രമേ എൻ്റെ 300 എന്നുള്ള റെക്കോർഡിലേക്ക് എത്തിക്കാൻ ഉള്ള സാധ്യത ഇവർ കുറയ്ക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്നിപ്പോൾ നിങ്ങളെയൊക്കെ വിളിച്ച് കൂട്ടിയപ്പോൾ ഒരു കടി ഇവർ വാങ്ങിച്ച് തരരുതെന്ന് 2 പാമ്പിനെയും ഒരുമിച്ച് പുറത്ത് കാണിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കുക, 2 ഫീമെയിൽ, 2 ലേഡീസാണ്. ഇവർ 2 ഇങ്ങനെ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ പുതിയ പാമ്പ്, ഫ്രഷ് പാമ്പാണ്. നമ്മളിപ്പോൾ പിടികൂടി നിങ്ങളൊക്കെ കണ്ടു അവർ 15 മിനിറ്റിലായിട്ടില്ല. ഇവരെങ്ങനെ ഒരുമിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നതും അപകടമാണ്. കാരണം ഇവർ 2 പേരും ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും തിരിഞ്ഞ് എൻ്റെ നേരെ തിരിയാം, കടിക്കാം.
അപ്പോൾ എനിക്ക് നാട്ടുകാരെയും നോക്കണം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായ നാട്ടുകാരെയും നോക്കണം, ഇവരെയും നോക്കണം. രണ്ടിനോട് നോക്കുമ്പോൾ എനിക്ക് അപകടം ഉണ്ടാവും. നോക്കിക്കൊള്ളുക, ഫീമെയിൽ 2 വയറ് കണ്ടാൽ നമുക്ക് മുട്ട. ഇദ്ദേഹത്തിൻ്റെ വയറ്റിലൊരു 38 മുട്ടയിൽ കൂടുതലുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ 28 മുട്ടയിൽ കൂടുതൽ, 28 മുള്ള മുട്ടകൾ ഇദ്ദേഹം എനിക്ക് ഈ വർഷം സമ്മാനിക്കും. ഇദ്ദേഹം 38 മുട്ടകൾക്ക് മേളിൽ ഇദ്ദേഹം എനിക്ക് ഈ വർഷം സമ്മാനിക്കും. കാരണം 2 കളറാണ് ഈ അതിഥികൾ. 2 പേരും 2 കളർ. ശ്രദ്ധിക്കുക, നമ്മുടെ അമ്മമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും ഇത് കരിമൂർക്കനാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നോക്കിയാൽ 2 പേരും ഇവിടെ ഇരിക്കും. അവർ 2 പേരും ഞാനിവിടെ ഇരുത്താൻ ശ്രമിക്കുകയാണ്. കാണുക, 2 പേരെ ഇരുത്തി. എന്നിട്ട് ഞാനിവിടെ ഇരിക്കുകയാണ്. കാണുക, 2 മൂർഖൻ പാമ്പുകൾ, പുതിയ അതിഥികൾ. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ തലയുടെ പുറകിൽ ഒരു കളർ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ആ വ്യത്യാസം ഇല്ല. കാണുക, 2 കളർ. ഇദ്ദേഹം ഒരു മഞ്ഞ കളറാണ് ഇദ്ദേഹത്തിന് കറുത്ത കളറാണ് കൂടുതലുള്ളത്. കാണുക, സ്പെക്ടിക്കിൾഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക്, ഇവിടെ വളരെ തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്താണ് അടൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കിണറ്റിലൊരു പുതിയ വീട് പാലുകാച്ചാറായ സ്ഥലത്തൊരു കിണർ വെട്ടിയാൽ വെള്ളം കണ്ടില്ല. അതിനു മുന്നേ ഒരു അതിഥി വന്ന് പെട്ടു, ഒരു മൂർഖൻ പാമ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നമ്മൾ അടുത്ത് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവർക്കെല്ലാവർക്കും കാരണം ഇവർക്ക് ഈ പാമ്പിനെ കണ്ടിട്ട് ഈ കൊല്ലണം എന്നുള്ള ചിന്ത ഒഴിവാക്കിയ ഈ പോത്തൻകോട് വാസികളെ, പോത്തൻകോട് തൃജ്യോതിപുരത്തിന് അടുത്ത് താമസിക്കുന്ന തൃജ്യോതിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ നന്മയും, അല്ലെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വാവാ സുരേഷിൻ്റെയോ അല്ലെങ്കിൽ എന്നെ പോലുള്ള 10 പേരുടെയോ ചുമതലയല്ല. ഇവരെ പോലുള്ള നല്ലവരായ നാട്ടുകാർ ഒരു മരം സംരക്ഷിക്കണമെന്നും ഒരു പാമ്പിനെ കൊല്ലരുതെന്നും എന്ന് ചിന്തിക്കുമ്പോൾ അത് പ്രകൃതി സംരക്ഷണമാണ്. ബയോഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും അനിവാര്യം പാമ്പുകളാണ്. എക്കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും ഏറ്റവും അനിവാര്യം പാമ്പുകളാണ്. എന്തായാലും അതോടൊപ്പം തന്നെ ഇവരറിയേണ്ട മറ്റൊരു കാര്യം, നമുക്കൊക്കെ ഉണ്ടാകുന്ന മാരകമായ അസുഖങ്ങൾക്കുള്ള ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾക്കുള്ള ഔഷധം കണ്ടെത്തിയിരിക്കുന്നത് പാമ്പിൻ്റെ വെനം എന്ന് പറയുന്ന ഔഷധത്തിൽ നിന്നാണെന്ന് ഈ നല്ലവരായ നാട്ടുകാർ തിരിച്ചറിയട്ടെ. ഇനിയും ഈ ഇതുപോലെ കാണുന്ന പാമ്പുകളെ, പറമ്പിൽ കാണുന്ന പാമ്പുകളെ അവർ പോട്ടേന്ന് ചിന്തിക്കട്ടെ. വീട്ടിൻ്റെ പരിസരത്ത് എങ്ങനെ കാണുന്ന പാമ്പുകളെ കണ്ടാൽ എന്നെ പോലെ വിളിച്ച് അതിനെ സംരക്ഷിക്കാനുള്ള ചിന്ത, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇവരുടെ മനസ്സിൽ നന്മ തോന്നിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാവരോടും നമ്മൾ യാത്ര ചെയ്യുന്നു. അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം.